നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലുവയിൽ സ്വകാര്യ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ICU വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ മീനാക്ഷി വിജയകുമാറിനെ 35 വയസ്സായിരുന്നു. ഇവരെയാണ് എറണാകുളം മാറമ്പിള്ളി കുന്നുവഴിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിനിയായ ഡോക്ടർ കഴിഞ്ഞ 2 വർഷമായി ഈ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. വിളിച്ചിട്ട് കിട്ടാതെ വന്നതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഡോക്ടറെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫ്ളാറ്റിലെ അയൽവാസികളോടും രോഗികളോടും സൗഹൃദപരമായി ഇടപഴകിയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ. മീനാക്ഷി എന്ന അടുപ്പമുള്ളവരും പറയുകയാണ്. അതായത് സൗമ്യമായി ഇടപഴകുന്നു, നന്നായി സംസാരിക്കുന്നു, നന്നായി എല്ലാവരോടും പെരുമാറുന്നു, നന്നായി ബഹുമാനത്തോടെ നിൽക്കുന്നു, നന്നായി ജോലി ചെയ്യുന്നു എന്ന ഡോക്ടറായിരുന്നു. പക്ഷേ ഡോക്ടറിന്റെ അവസാനം ഒരു ആത്മഹത്യയിൽ അവസാനിക്കുമ്പോൾ അതിന് പിന്നിലെ കാരണക്കാർ ആരാണെന്നാണ് ചോദ്യം ഉയരുന്നത്. പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന് പരിശോധിപ്പിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനസ്തീഷ്യ മരുന്ന് അമിതമായി കുത്തിവെച്ചാണ് മരണം സംഭവിച്ചതെന്ന പ്രാഥമിക നിഗമനം. ഇതിന്റെ ഭാഗമായി ഒരു സിറിഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. 2019 ഡോക്ടർ വിവാഹമോചിതയായിരുന്നു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക പോലീസ് നിഗമനം. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ സർജിക്കൽ ICUവിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മീനാക്ഷി വെള്ളിയാഴ്ച രാവിലെ ആശുപത്രിയിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല. ഫ്ളാറ്റിലുള്ളവർ ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാനും കഴിഞ്ഞില്ല. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഡോക്ടറെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.